എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2026 ജൂൺ 22 മുതൽ ബുധൻ കർക്കടകൻ രാശിയിലേക്ക് കടക്കുകയാണ്. കർക്കടകൻ രാശി ചന്ദ്രൻ്റെ ആധിപത്യമുള്ള രാശിയാണ്. ബുധന് ചന്ദ്രനുമായിട്ടുള്ള ശത്രുത മൂലം, അതായത് ഗണിതപരമായിട്ട് പറഞ്ഞാൽ രണ്ട് ഗ്രഹങ്ങളുടെയും രശ്മി ബലങ്ങൾ തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യം മൂലം ബുധന് കർക്കടകത്തിലെ സഞ്ചാരം ഒട്ടും തന്നെ ഹിതകരമല്ല. എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ ഫേവറബിൾ അല്ല ബുധൻ കർക്കടകത്തിൽ സഞ്ചരിക്കുന്ന സമയം. ബുധൻ്റെ കാരകത്വം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: വിദ്യാവിജ്ഞാനവാണി ഗണിതലിപികല ശുക്തിയുക്തി ത്വഗിജ്യ സ്വശ്രീയാമാതുലാദ്യ വിനയഹരിവിവാദാര്യ ചാതുര്യ ശിഷ്യ പത്രം മിത്രം ച ശാസ്ത്രാധ്യയന ഗൃഹസതീർത്ഥാഗമാചാര്യകാവ്യ ഗ്രന്ഥാമന്ത്രോപവാസ്യാദ്യപി വികിരബുധ രാമകൃഷ്ണാദയോജ്ഞാൽ എന്നിങ്ങനെയാണ് ബുധൻ്റെ കാരകത്വം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഗണിതം, സാമ്പത്തിക ഇടപാടുകൾ, കച്ചവടം, ബാങ്കിങ്, ധനകാര്യ ഇടപാടുകൾ, കമ്മീഷൻ ഏജൻസികൾ, രേഖകൾ ഒപ്പിടുക, ഡിജിറ്റൽ പേയ്മെൻറ്റ്, അത്യാവശ്യ യാത്രകൾ, അതിൻ്റെ ചെലവുകൾ, നമ്മൾ ബുക്കിങ്, റൂം ബുക്കിങ്ങും നമ്മൾ വാഹന ബുക്കിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ ബുധൻ്റെ നിയന്ത്രണത്തിലാണ് വരുന്നത്. അതുകൂടാതെ നാഡീവ്യൂഹം, നമ്മുടെ ത്വക്ക്, വായ്, നാക്ക്, ശ്വാസകോശം എന്നീ ശരീരഭാഗങ്ങളെയും ബുധനാണ് നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ബുധൻ മാറുമ്പോഴത്തേക്കും, കർക്കടകത്തിലേക്ക് വരുമ്പോഴത്തേക്കും ബുധൻ ശനിയുമായി ഒരു നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ കർക്കടകൻ രാശിയിലുള്ള വ്യാഴവും ശുക്രനുമായിട്ട് യോഗം ചെയ്യുന്നതുമുണ്ട്. അതുകൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം, അതായത് ധനഗുണവും ഭാഗ്യവും നൽകിയേക്കാം. പക്ഷേ ബുദ്ധിയുടെ ഗ്രഹമായ ബുധൻ അനിഷ്ടകരമായ രാശിയിലായതുകൊണ്ട് നമുക്കിങ്ങനെ ലഭിക്കുന്ന പണം, അതായത് വ്യാഴത്തിൻ്റെ സ്ഥാനം കൊണ്ടൊക്കെ ലഭിക്കുന്ന, വ്യാഴത്തിൻ്റെ ഉച്ചരാശി സ്ഥിതി കൊണ്ടൊക്കെ ലഭിക്കുന്ന പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ നക്ഷത്രക്കാരും അവരുടെ ബാങ്ക് ഇടപാടുകൾ, ഓൺലൈൻ പണമിടപാടുകൾ, ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ എന്നിവയിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. രാഷ്ട്രീയ ജ്യോതിഷം അനുസരിച്ച്, അതായത് മുണ്ടൈൻ അസ്ട്രോളജി അനുസരിച്ച് ബുധൻ്റെ കർക്കടകൻ രാശിയിലെ സഞ്ചാരം രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും പൊതുവെ പ്രതികൂലമായിട്ടാണ് വരുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകാം, നികുതികൾ വർദ്ധിച്ചേക്കാം, കയറ്റുമതി കുറഞ്ഞേക്കാം, സാധനവില വർദ്ധിച്ചേക്കാം. ഇതൊക്കെയാണ് സാമാന്യ ഫലങ്ങൾ. ഇതോടൊപ്പം തന്നെ ഈ ബുധൻ അനിഷ്ടകരമായ രാശിയിൽ പോകുമ്പോഴത്തേക്കും സാമ്പത്തികമായ കബളിപ്പിക്കൽ, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സാമ്പത്തിക കരാർ റദ്ദാക്കൽ തുടങ്ങിയ പ്രതികൂല അനുഭവങ്ങളും ഉണ്ടായേക്കാം. രോഗദുരിതങ്ങൾ, പ്രത്യേകിച്ച് കഫജന്യ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാവുന്ന കാലമാണ്. വൈറസ് സംബന്ധമായിട്ടുള്ള, അതായത് കഫജന്യ രോഗം എന്ന് പറയുമ്പോഴത്തേക്കും ശ്വാസകോശ രോഗങ്ങളുമുണ്ട്, വയറിളക്കം പോലുള്ള അസുഖങ്ങളും ബാധിച്ചേക്കാം, വൈറൽ പനി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വർദ്ധിച്ചേക്കാം. രാഷ്ട്രീയപരമായ വിവാദങ്ങൾ വർദ്ധിക്കും, പ്രകൃതി ദുരന്ത സാധ്യതകളും ഉണ്ടായേക്കാം. വിദ്യാരംഭം, ദീർഘകാലം നിലനിൽക്കാൻ ഇടയുള്ള നിയമപരമായ നടപടികൾ പ്രവേശിക്കുക, ഇതിനൊന്നും ചേർന്ന കാലമല്ല ബുധൻ കർക്കടകത്തിൽ സഞ്ചരിക്കുന്ന കാലം. അപ്പോൾ ഇതാണ് നമുക്ക് പൊതുഫലം പറയാനുള്ളത്. അപ്പോൾ ഈ ബുധൻ്റെ സ്ഥാനമാറ്റം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടുന്നതിന് മുമ്പ് എല്ലാവരും അത് കൃത്യമായിട്ട് വായിക്കണം. ബാങ്കിങ്, കൊമേഴ്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾ കൃത്യമായിട്ട് രേഖകൾ പരിശോധിക്കാൻ മറക്കരുത്. അതുപോലെ UPI ഇടപാടുകളുണ്ടല്ലോ, ഗൂഗിൾ പേ പോലുള്ള, പേടിഎം പോലുള്ള ഇടപാടുകൾ, ബാങ്ക് ട്രാൻസ്ഫറുകൾ, ഇതൊക്കെ ബുധൻ്റെ മാറ്റം നേരിട്ട് ബാധിക്കുന്ന മേഖലകളാണ്. ഈ സമയത്തുണ്ടാകുന്ന ചെറിയ പിഴവുകൾ പോലും പിന്നീട് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കാരണമായേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. നമുക്ക് ആദ്യം അശ്വതി, ഭരണി, കാർത്തിക ഉൾപ്പെടുന്ന മേടക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം. ധനപരമായ ആനുകൂല്യം അവർക്ക് ഉണ്ടാകും. മുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും ആരംഭിക്കാൻ സാധിക്കും. ബന്ധുഗുണം വർദ്ധിക്കും. കുടുംബസമേതം യാത്ര ചെയ്യാനും ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ ദാമ്പത്യത്തിലും സാമാന്യം ഗുണകരമാണ്. അകന്നു നിന്ന ദമ്പതികൾ ഒന്നിക്കാനായിട്ട് തീരുമാനിച്ചേക്കും. പക്ഷേ തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ അലോസരങ്ങൾ സൃഷ്ടിക്കും. വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകാം. കൃഷിഭൂമി മുഖേന ധനലാഭം ഉണ്ടാകാം. പക്ഷേ ആരോഗ്യപരമായിട്ടൊട്ടും അനുകൂലമായ സമയമല്ല. ഔഷധ സേവ വേണ്ടി വന്നേക്കും. മാനസിക സംഘർഷം വർദ്ധിക്കും. സൗഹൃദ ബന്ധങ്ങളിൽ ഉലച്ചിലും ഉണ്ടാകാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തുക. സുഹൃത്തുക്കളോ ബന്ധുക്കളോ പണം ആവശ്യപ്പെട്ട് സമീപിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകൾക്കെല്ലാം കൃത്യമായ രേഖകൾ ഈ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ സൂക്ഷിക്കേണ്ടതാണ്. യാത്രകൾ വർദ്ധിക്കുന്നതാണ്. വിലപ്പെട്ട രേഖകൾ, പ്രത്യേകിച്ച് കുടുംബസ്വത്ത് സംബന്ധമായ രേഖകൾ സുരക്ഷിതമാക്കാൻ
ഈ മേടക്കൂറിൽപ്പെടുന്ന 3 നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരാണ്. അവർക്ക് ബുധൻ്റെ മാറ്റം എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബുധൻ്റെ മാറ്റമാണ് പറയുന്നതെങ്കിലും മറ്റ് ഗ്രഹങ്ങളിൽ നിൽക്കുന്ന സ്ഥാനം കൂടെ പരിഗണിച്ചാണ് ഫലം പറയുന്നത്. ധനപരമായിട്ട് അനുകൂല സമയമാണ്. സഹോദരങ്ങൾ, ബന്ധുക്കൾ, അയൽവാസികൾ എന്നിവരുമായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചേക്കാം. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. വീട് നിർമ്മാണത്തിനായിട്ട് പണം മുടക്കേണ്ടി വരും. അതുപോലെ സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടാകാം. ഒരുപക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അപകടകരമായ സാഹചര്യങ്ങളിൽ പോലും സുഹൃത്തുക്കളുടെ ഇടപെടൽ നമ്മളെ രക്ഷിക്കും. നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന പല വസ്തുക്കളും തിരികെ കിട്ടാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. വീട് മാറി താമസിക്കാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റവും ഉണ്ടായേക്കാം. പണച്ചിലവുള്ള പല കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഈ ഒരു സമയത്ത് സാധ്യതയുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. പക്ഷേ സഞ്ചാരക്ലേശം വർദ്ധിക്കും. വിദേശയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ, വിസ ഇടപാടുകൾ എന്നിവയിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. ഇൻഷുറൻസ്, ചിട്ടി എന്നിവയിൽ നിന്ന് ധനലാഭത്തിന് യോഗമുണ്ട്. മത്സര പരീക്ഷ, ഇൻ്റർവ്യൂകളിലൊക്കെ വിജയത്തിന് സാധ്യതയുണ്ട്. പക്ഷേ അതിനു വേണ്ടിയിട്ട് യാത്രകളും അലച്ചിലുകളും ഉണ്ടായേക്കാം. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, നമ്മൾ പരസ്യം കണ്ടൊക്കെ വാങ്ങിക്കുന്ന ചില വസ്തുക്കൾ വഴി അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. അവിചാരിതമായ ധനനഷ്ടത്തിന് സാധ്യതയുള്ളതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ്. ബാങ്ക് ഇടപാടുകൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച് ഉറപ്പുവരുത്തണം. അതായത് നമ്മൾ പണം നിക്ഷേപിക്കുമ്പോഴും പണം ബാങ്കിൽ നിന്ന് എടുക്കുമ്പോഴും കൃത്യമായിട്ട് അത് അക്കൗണ്ടിൽ വരവ് വെച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. പാസ്ബുക്കുകളൊക്കെ ഉപയോഗിക്കുന്നവർ പാസ്ബുക്കിൽ അത് പതിച്ച് വാങ്ങിക്കണം. ഓൺലൈനായിട്ടാണ് നമ്മൾ പണമിടപാടെങ്കിൽ നമ്മുടെ ഓൺലൈൻ പാസ്ബുക്ക് എടുത്തിട്ട്, ഈ പാസ്ബുക്ക് ഉണ്ടല്ലോ, ഇലക്ട്രോണിക് പാസ്ബുക്ക്, അതെടുത്തിട്ട് ഈ ഡെബിറ്റും ക്രെഡിറ്റും കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പണം ക്യാഷായിട്ട് വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും കൃത്യമായിട്ട് എണ്ണി നോക്കണം. അല്ലെങ്കിൽ പിന്നീട് ആരോപണം വന്നേക്കാം. അതായത് സാമ്പത്തിക ഇടപാടുകൾ, കൊമേഴ്സ്യൽ ഇടപാടുകൾ, ബാങ്കിങ് ഇടപാടുകൾ, ഇവയിലാണ് ബുധൻ പ്രധാനമായിട്ടും ഇടപെടുന്നത്. അതുകൊണ്ട് ബുധൻ അനിഷ്ടരാശിയിലായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അടുത്തത് മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാരുടെ ഫലമാണ്. ഇവർക്ക് തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാകും. പരിശ്രമത്തിലൂടെ വിജയമുണ്ടാകും. രോഗദുരിതങ്ങളൊക്കെ ശമിക്കുന്ന ഒരു സമയവുമാണ്. കേസുകളിലും വ്യവഹാരങ്ങളിലുമൊക്കെ വിജയവും ഉണ്ടായേക്കും. ശാരീരികമോ മാനസികമായ വിഷമതകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പണമിടപാടുകളിൽ കൃത്യത പുലർത്താൻ കഴിയാതെ വരുന്നത് മനസ്സിന് പ്രയാസം ഉണ്ടാക്കും. അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യം കയ്യിലെത്തിയിട്ട് തട്ടിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. വീട് നിർമ്മാണത്തിൽ തടസ്സമുണ്ടാകാം. എന്നാൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകും, പ്രശസ്തി ഉണ്ടാകും. നമ്മൾ വളരെ എളുപ്പം സാധിക്കുമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങൾക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ തടസ്സമുണ്ടാക്കും. അത് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടും അലച്ചിലും സാമ്പത്തിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ചെലവ് വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തേക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനും യോഗമുണ്ട്. സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. ബന്ധുക്കളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് ഏറ്റവും കൂടുതൽ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്. അതായത് മകരത്തിൻ്റെ രണ്ടാമത്തെ പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം, ബന്ധുക്കളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം, നിഷ്ക്രിയ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ബാങ്കിലൊക്കെ, നമ്മൾ നിഷ്ക്രിയ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി കാലമായിട്ട് ട്രാൻസാക്ഷൻ ഒന്നും നടത്താത്ത അക്കൗണ്ടുകൾ, അതുണ്ടെങ്കിൽ ഒന്നുകിൽ അവ ക്ലോസ് ചെയ്ത് നമ്മൾ പാസ്ബുക്ക് ക്ലോസ് ചെയ്യണം. അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ള മെസ്സേജ് കൂടെ വാങ്ങിക്കണം. നമ്മുടെ ഇമെയിലിലോട്ട് മെസ്സേജ് വാങ്ങിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അക്കൗണ്ട് ആണെങ്കിൽ ആ അക്കൗണ്ട് വീണ്ടും എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ റീവാലിഡേറ്റ് ചെയ്ത് വാങ്ങിക്കണം. ഈ നിഷ്ക്രിയമായിട്ട് ഒരുപാട് കാലം കിടക്കുന്ന അക്കൗണ്ടുകളിൽ ചില വിവാദപരമായ ട്രാൻസാക്ഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. അതുകൊണ്ടാണ് ഈ നിഷ്ക്രിയ അക്കൗണ്ടുകൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. ബന്ധുക്കളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് രേഖകൾ ഒപ്പിട്ട് വാങ്ങിച്ചോണം, കൃത്യമായിട്ടത് സൂക്ഷിച്ചോണം. അടുത്തത് പുണർദം, പൂയം, ആയില്യം. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാരുടെ ഫലമാണ് ബുധൻ്റെ മാറ്റം കൊണ്ട്. ഇവർക്ക് കഫജന്യ രോഗങ്ങൾക്ക് സാധ്യതയുള്ളൊരു സമയമാണ്. അനാവശ്യമായ മാനസിക സംഘർഷം ഉണ്ടാകാം. പ്രണയബന്ധങ്ങളിൽ തിരിച്ചടികളുണ്ടാകാം. ഭൂമി വിൽപ്പനയിൽ താമസവും ഉണ്ടാകാം. അനുകൂല ഫലങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കാരണം വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയൊക്കെ സ്ഥിതി കൊണ്ട്. എങ്കിലും സാമ്പത്തികമായ വിഷമതകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. സന്താന ഗുണം അനുഭവിക്കും.
ആരോഗ്യപരമായിട്ട് ഗുണകരമാണ്, തൊഴിൽ രംഗത്ത് ഗുണകരമാണ്. പക്ഷേ വാഗ്വാദങ്ങൾ പലതും ഉണ്ടാവുകയും അതുമൂലം മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ചില സമയത്ത് കേസുകളിൽ തിരിച്ചടികൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് കൺസ്യൂമർ കോർട്ടിലും മറ്റുമുള്ള നിയമപ്രശ്നങ്ങൾക്ക് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ വൈഷമ്യം ഉണ്ടായേക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മളെന്തെങ്കിലും സാധനം വാങ്ങിച്ചു, അത് കൺസ്യൂമർ കോർട്ടിൽ പോകേണ്ടി വന്നു അതിൻ്റെ ഗുണനിലവാരം സംബന്ധിച്ച് അല്ലെങ്കിൽ പേയ്മെൻറ്റ് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ കൊണ്ട്. അപ്പോൾ കൃത്യമായ രേഖകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കേസിന് പോകാവുള്ളൂ. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പണമിടപാടുകളിൽ നഷ്ടസാധ്യതയുള്ള കാലമാണ്. ബിസിനസ്സിൽ നേരിയ എതിർപ്പുകളുണ്ടാകാം. ഷെയർ മാർക്കറ്റിൽ കുറച്ച് തിരിച്ചടികളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷേ കടബാധ്യത കുറയ്ക്കാനായിട്ട് സാധിച്ചേക്കും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാൻ യോഗമുണ്ട്. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വന്ന് അതിന് പണം മുടക്കേണ്ടി വന്നേക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ധനനഷ്ടം ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് എതിർപ്പുകളുണ്ടാകാം. അപവാദം കേൾക്കാനിടയുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. ഭൂമി, വീട് തുടങ്ങിയവ വാങ്ങാനായിട്ട് അഡ്വാൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട്, മുൻകൂർ തുക കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനുള്ള എഗ്രിമെൻറ്റുകൾ കൃത്യമായിട്ട് സാക്ഷികൾ ഉൾപ്പെടെ ഒപ്പിട്ട് സൂക്ഷിക്കണം. ആരെയും അമിതമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ലാത്ത ഒരു സമയമാണ് കർക്കിടകക്കൂറുകാർക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഏതൊരു കാര്യത്തിനും എഗ്രിമെൻറ്റുകൾ കൃത്യമായിട്ട് ഒപ്പിട്ട് വാങ്ങിച്ചോണം. അല്ലാതെ പണം കൊടുത്തിട്ട് നഷ്ടപ്പെട്ടു, രേഖകളില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബുധൻ ബാങ്കിങ്ങുമായിട്ടുള്ള ഇതാണ്. ചെക്ക് മാത്രം വാങ്ങിച്ചിട്ട് ചെക്ക് വാങ്ങിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അക്കൗണ്ടിൽ പൈസ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ സാക്ഷികൾ, ജാമ്യം ആയിട്ട് നിൽക്കാനുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെക്കിൻ്റെ കേസുമായിട്ട് പിന്നെ കയറി ഇറങ്ങേണ്ടതായിട്ട് വരും. അമിതമായിട്ട് ആരെയും വിശ്വസിക്കരുത്. നല്ല ആളുകളുമായിട്ട് മാത്രം, വിശ്വസ്തരായ ആളുകളുമായിട്ട് മാത്രം ഈ ഒരു സമയത്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുക. അടുത്ത 2 ആഴ്ചത്തേക്ക് ഈ നക്ഷത്രക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകളായതുകൊണ്ടാണ് ഇത് പ്രത്യേകം സൂചിപ്പിച്ചത്. വ്യാഴവും ശുക്രനും ഒക്കെ പലർക്കും അനുകൂലമാണ് എങ്കിലും, അതുപോലെ ചിലർക്ക് ചൊവ്വ അനുകൂലമാണ്, ചിലർക്ക് ശനി അനുകൂലമാണ്. പക്ഷേ ഈ ബുധന് ഈ കൊമേഴ്സ്, അതുപോലെ ട്രേഡ്, സാമ്പത്തിക ഇടപാടുകൾ, ഇതിലെല്ലാം സ്ഥാനമുള്ള ഗ്രഹമായതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത്, ഒന്നുകൂടെ എടുത്തു പറയുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാകട്ടെ, എല്ലാവർക്കും സാമ്പത്തികമായ കരുതലും സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.